നമ്മൾ ഒരുപാട് ക്രൈം കേസുകൾ കണ്ടിട്ടുണ്ടാകും. ഒരു കൊലപാതകം ചെയ്തിട്ട് ആ കൊലയാളി എങ്ങനെയും പോലീസിൽ നിന്നും രക്ഷപ്പെടണമെന്നായിരിക്കും ചിന്തിക്കുക. പോലീസിൽ നിന്നും വളരെ അകന്നിരിക്കാനായിരിക്കും ശ്രമിക്കുക. ഏതൊരു സാഹചര്യത്തിലും പോലീസിന്റെ കണ്ണിൽ പെടരുത് എന്ന് ചിന്തിക്കും. എന്നാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു കേസാണ്. ബ്രിട്ടീഷിലെ കൊളംബിയ എന്ന സ്ഥലത്ത് സംഭവിച്ച ഒരു കൊലപാതകം. അത് ചെയ്തവൻ ദിവസവും പോലീസിനെ ഫോൺ ചെയ്ത് എന്തോ ബന്ധുക്കളോട് സംസാരിക്കുന്നത് പോലെ പോലീസിനോട് സംസാരിച്ച് അവരെ തന്നെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. പോലീസിന് ഇത് വല്ലാത്ത ദേഷ്യത്തിന് കാരണമായി. ഇതിനൊക്കെ ക്രൂരമായ കൊലപാതകം ചെയ്ത ഒരുവൻ ദിവസവും പോലീസിന് തന്നെ ഫോൺ ചെയ്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നല്ലോ എന്ന് വല്ലാത്ത ദേഷ്യത്തിലായ പോലീസ് ഒരു നീണ്ട അന്വേഷണത്തിന് ശേഷം മികച്ച ടെക്നിക്കെല്ലാം ഉപയോഗിച്ച് അവനെ കണ്ടെത്തുന്നു. ചില കേസുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ആ ഒരു കേസ് മുന്നോട്ട് പോകുന്തോറും നമുക്ക് തന്നെ വല്ലാത്തൊരു ആശ്ചര്യം തോന്നും. പോലീസിനെ പോലും വട്ടം ചുറ്റിക്കുന്ന ഒരു കേസ്. ആ കൊലപാതകയെക്കുറിച്ച് എനിക്കും അറിയണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്കുള്ളിൽ ഉണ്ടാകും, ഒരു ആവേശമുണ്ടാകും. അതുപോലെയാണ് ഈ ഒരു സംഭവവും. ഈ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുമ്പോൾ, ഈ കേസിനുള്ളിലേക്ക് കടക്കുമ്പോൾ, ഒരു വശത്ത് കൊലപാതകി വളരെ ക്രൂരനായ മനുഷ്യത്വമില്ലാത്ത ഒരു വ്യക്തി, മറുവശത്ത് വളരെ ഹ്യൂമർ സെൻസോടുകൂടി പെരുമാറുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ കൊലയാളിയെക്കുറിച്ച് അറിയാനുള്ള ഒരാവേശം എനിക്കുമുണ്ടായി. തീർച്ചയായും നിങ്ങൾക്കും അതുപോലെ അനുഭവം തന്നെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. 1995 ബ്രിട്ടീഷ് കൊളംബിയയിൽ സംഭവിച്ച വളരെ വ്യത്യസ്തമായ ഒരു ട്രൂ ക്രൈം കേസിനെ കുറിച്ചാണ് നമ്മളെന്ന് അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്ന മുൻപായി നിങ്ങളുടെ സമയം ഒരു 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റുമായിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഓരോ വീഡിയോ ചെയ്യാനും ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കും ഇപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസിന് വ്യൂസ് വളരെ കുറവാണ്. ഒരു പക്ഷേ നിങ്ങൾ നൽകുന്ന ഒരു ലൈക്കോ കമൻറ്റോ കാരണം വീണ്ടും മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാനായിട്ട് അത് സഹായിക്കും. ദയവ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് പരിചയമുള്ളവർക്കും സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ബ്രിട്ടീഷ് കൊളംബിയ, കാനഡ, അമേരിക്ക അതിർത്തിയിലുള്ള ഒരു വലിയ പ്രവിശ്യ. ആ പ്രവിശ്യയിൽ ആബസ്വൈറ്റ് എന്ന ഒരു മനോഹരമായ സിറ്റി. അവിടെ സ്കൂളിൽ പഠിക്കുന്ന 16 വയസ്സുള്ള ടാനിയ എന്ന പെൺകുട്ടി, 15 വയസ്സുള്ള മിസ്റ്റി എന്ന പെൺകുട്ടി, രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളാണ്. ഒരു ദിവസം രാത്രി ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു പാർട്ടിക്ക് പോകുന്നു. പാർട്ടി അവസാനിച്ചപ്പോൾ ഒരു 11:30 കുറേ സമയം വീണ്ടും സംസാരിച്ചിരുന്നു. അടുത്ത് വീണ്ടും മറ്റൊരു പാർട്ടിക്ക് പോകാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഇവർ ഉള്ള സ്ഥലത്ത് നിന്നും ഈ രണ്ടാമത്തെ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് ഒരു ടാക്സിയിലാണ് പോകേണ്ടത്. പക്ഷെ അത് അർദ്ധരാത്രി ആയതുകൊണ്ട് തന്നെ ടാക്സി ലഭിച്ചില്ല. ആ ഇടയിലുള്ള ദൂരം 1 കിലോമീറ്ററിനുള്ളിലായതുകൊണ്ട് നടക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. അപകടകരമാണ് എന്ന മനസ്സിൽ ഒരു ചിന്തയുണ്ടെങ്കിൽ പോലും ഇവർ പോകുന്നതിനിടയിലാണ് ഒരു ആശുപത്രി ഉള്ളത്. ആശുപത്രിയിൽ എപ്പോഴും ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. ആശുപത്രി ക്രോസ് ചെയ്ത് പോകാം എന്ന് തീരുമാനിച്ച് രണ്ടുപേരും നടക്കാൻ തുടങ്ങി. അങ്ങനെ ആശുപത്രി ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഒരു വലിയ കുറ്റിക്കാട് കണ്ടു. ആ കുറ്റിക്കാടിനകത്തു നിന്നും ഒരാൾ പെട്ടെന്ന് പുറത്തേക്ക് വന്നു. അവൻ്റെ കയ്യിൽ അലുമിനിയം ബേസ്ബോൾ ബാറ്റ് ഉണ്ടായിരുന്നു. രണ്ടുപേരെയും കണ്ടിട്ട്, എന്താ രണ്ടുപേരും അടുത്ത പാർട്ടിക്ക് പോവുകയാണോ എന്ന് ചോദിച്ചു. ഇവർക്കപ്പോഴാണ് മനസ്സിലായത്, ഇവർ നടന്നു പോകാം എന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് ഇവനത് കേട്ടിരുന്നു. ഇവരെ ആക്രമിക്കാൻ അവൻ പുറകെ ഫോളോ ചെയ്ത് വന്നു എന്നും അവർക്ക് മനസ്സിലായി. ഒരു സെക്കൻഡ് ഇവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. രണ്ടുപേരെയും ഭീഷണിപ്പെടുത്തിയ ആ വ്യക്തി അവരെ ആ കാടിനുള്ളിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയതും രണ്ടുപേരുടെ വസ്ത്രവും മാറ്റാൻ ആവശ്യപ്പെട്ടു. താനിയ അവൻ പറയുന്ന എല്ലാം അനുസരിക്കാൻ തുടങ്ങി, ഭയം കാരണം. പക്ഷെ 15 വയസ്സുള്ള മിസ്റ്റി എന്ത് ചെയ്യണമെന്നറിയാത്ത വല്ലാത്ത ഒരു കൺഫ്യൂഷൻ നിറഞ്ഞ സ്റ്റേറ്റിലായിരുന്നു. താനിയ അവളുടെ വസ്ത്രമെല്ലാം മാറി. ഇപ്പോൾ അവർക്ക് മുൻപിലുണ്ടായിരുന്ന ആ വ്യക്തി അവളോട് മോശമായി പെരുമാറാൻ തുടങ്ങി. ഈ ഒരു സാഹചര്യം പ്രയോജനപ്പെടുത്തി മിസ്റ്റി അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ബേസ്ബോൾ ബാറ്റ് എടുത്ത് അവനെ തന്നെ അടിക്കാൻ തുടങ്ങി. ആ സമയത്ത് അവൻ്റെ ഷോൾഡറിൽ ഒരു മുറിവ് പറ്റുന്നു. പക്ഷെ അവൻ എങ്ങനെയൊക്കെ പ്രതിരോധിച്ച് ആ ബേസ്ബോൾ ബാറ്റ് തിരികെ വാങ്ങി അത് വെച്ച് അവളെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. മിസ്റ്റിയുടെ തലയിൽ തന്നെ 4-5 തവണ ശക്തമായി അടിച്ചു. അവളുടെ തലയിൽ നിന്നും രക്തം വാർന്നൊഴുകാൻ തുടങ്ങി. അവൾ അവിടെ തന്നെ ചരിഞ്ഞു വീഴുന്നു. അവൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അവൻ നോക്കിയില്ല. അതിനെക്കുറിച്ച് അവൻ യാതൊരു രീതിയിലും ആശങ്കപ്പെട്ടില്ല. താനിയ എന്ന പെൺകുട്ടിയോട് വീണ്ടും അവൻ മോശമായി പെരുമാറാൻ തുടങ്ങി. ഒരു 2-3 മണിക്കൂറിന് ശേഷം മിസ്റ്റി പതിയെ ഒന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു. എഴുന്നേറ്റ് നോക്കുമ്പോൾ അവളുടെ തല മുഴുവനും രക്തം ഒഴുകുന്നുണ്ട്.
താൻ ഇരിക്കുകയാണോ, നിൽക്കുകയാണോ, കിടക്കുകയാണോ ഒന്നും അറിയാത്ത ഒരവസ്ഥ. എന്നാൽ തനിക്ക് ജീവനുണ്ട്, ഒരല്പം ബുദ്ധിമുട്ടി നടക്കാനൊക്കെ ശ്രമിച്ചാൽ തൊട്ടടുത്ത് ആശുപത്രിയുണ്ട്, അവിടെ എത്താം എന്ന് ചിന്തിച്ച് അവൾ എഴുന്നേറ്റ് പതിയെ പതിയെ നടക്കാൻ തുടങ്ങി. ഏകദേശം ഒരു അരമണിക്കൂർ നടന്ന് അവൾ ആശുപത്രിയിലെത്തി. ആശുപത്രിയിലെ എമർജൻസി വാർഡിലേക്ക് അവളെ കൊണ്ടുപോയി. ഇവളുടെ ഒരു സാഹചര്യം മനസ്സിലാക്കിയ ഡോക്ടേഴ്സ് പെട്ടെന്ന് ചികിത്സ കൊടുക്കാൻ തുടങ്ങി. അരമണിക്കൂറിന് ശേഷം ഡോക്ടേഴ്സിനോടും അവിടെ ഉണ്ടായിരുന്ന നഴ്സസിനോടും നടന്ന സംഭവങ്ങളെല്ലാം അവൾ പറഞ്ഞു. ഉടൻ തന്നെ ആശുപത്രി അധികാരികൾ പോലീസിനെ അറിയിച്ചു. മിസ്റ്റി പറഞ്ഞ സ്ഥലം വെച്ചുകൊണ്ട് പോലീസ് അവിടെ ചെന്നു. പക്ഷെ സുഹൃത്തായ താനി അവിടെ ഇല്ല. ഒരു ദിവസം മുഴുവനും അവളെ അന്വേഷിച്ചു. എവിടെ വെച്ചാണ് ഈ ഒരു സംഭവം നടന്നത്? അവിടെ നിന്നും ഒരു 2 മൈൽ ദൂരെ ഒരു റിവർ ഒഴുകുന്നുണ്ട്. ആ റിവറിൽ നിന്ന് താനിയുടെ ഡെഡ് ബോഡി കണ്ടെത്തുന്നു. ആദ്യം കണ്ടപ്പോൾ അവൾ ബോധം നഷ്ടപ്പെട്ട് കിടക്കുകയാണ് എന്നാണ് പോലീസ് മനസ്സിലാക്കിയത്. എന്നാൽ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത് അവൾ മരിച്ച് ഒരുപാട് സമയമായി. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ റിപ്പോർട്ടിലൂടെ അറിയാൻ സാധിച്ചത് ആ വ്യക്തി ഇവളെ ക്രൂരമായി പീഡിപ്പിക്കുകയും ബേസ്ബോൾ ബാറ്റ് ഉപയോഗിച്ച് അടിക്കുകയും ചെയ്തു. എന്നാൽ അപ്പോഴും അവൾ മരിച്ചിട്ടില്ല. എപ്പോഴാണോ അവളെ ആ റിവറിലേക്ക് വലിച്ചെറിഞ്ഞത്, ആ റിവറിൽ വീണ് ശ്വാസം മുട്ടിയാണ് അവൾ മരിച്ചത്. ഇപ്പോൾ ഈ ഒരു ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട മിസ്റ്റി എന്ന പെൺകുട്ടിയോട് പോലീസ് ചോദിച്ചു, അവൻ കാണാൻ എങ്ങനെയാണ്, അവനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ എന്ന് ചോദിച്ചു. എന്നാൽ തലയിലുണ്ടായ മാരകമായ മുറിവ് കാരണം അവൾക്കൊന്നും ശരിയായി ഓർത്തെടുക്കാൻ സാധിച്ചില്ല. കൂടാതെ കൊലപാതകയെ അവൾ ഇരുട്ടിലാണ് കണ്ടത്, അതുകൊണ്ട് അത്രത്തോളം തിരിച്ചറിയാനും സാധിച്ചില്ല. പക്ഷേ എനിക്ക് അവൻ്റെ ശബ്ദം നന്നായി അറിയാം. നിങ്ങൾക്ക് അതിൻ്റെ എന്തെങ്കിലും ഒരു സാമ്പിൾ ഉണ്ടെങ്കിൽ എന്നെ കാണിച്ചാൽ മതി, അത് അവൻ്റേതാണോ ഇല്ലയോ എന്ന് എനിക്ക് കൃത്യമായി പറയാൻ സാധിക്കും എന്നവൾ പറഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു കോൾ വരുന്നു. ആ കോളിൽ സംസാരിച്ച വ്യക്തി പറഞ്ഞത്, ഞാനൊരു കൊലപാതകിയാണ്. കുറച്ച് ദിവസത്തിന് മുൻപ് താനിയ എന്ന 16 വയസ്സുള്ള പെൺകുട്ടിയെ ഞാനാണ് പീഡിപ്പിച്ച് കൊന്നത്. സത്യത്തിൽ ആ പെൺകുട്ടി വളരെ നല്ല പെൺകുട്ടിയാണ്. ഞാൻ എത്രയോ പേരെ കൊന്നിട്ടുണ്ട്, പക്ഷേ ഇവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ കഴിയാത്ത ചില വാക്കുകളൊക്കെ പറഞ്ഞ് അവൻ പോലീസിനോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെ ആ പെൺകുട്ടി അവൻ എന്തെല്ലാം ചെയ്തുവെന്ന് പോലീസിനോട് വിവരിച്ചു പറഞ്ഞു. പക്ഷേ പോലീസ് ഈ വിവരങ്ങളൊന്നും പബ്ലിക്കിൽ റിലീസ് ചെയ്തില്ല. എന്നാൽ പോലീസിന് മനസ്സിലായി തീർച്ചയായും താനിയെ കൊന്നത് ഇവൻ തന്നെയാണെന്ന്. അല്പസമയം സംസാരിച്ചതിനു ശേഷം അവൻ ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്തു. അടുത്ത 4 മണിക്കൂറിനുള്ളിൽ വീണ്ടും ആ കൊലയാളി പോലീസിനെ വിളിച്ചു. നിങ്ങൾ സത്യത്തിൽ കഴിവുള്ള പോലീസുകാരാണെങ്കിൽ എന്നെ കണ്ടുപിടിക്കൂ. മാത്രമല്ല, ഞാൻ ഇതിനു മുൻപ് ഒരുപാട് കൊലപാതകം ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ക്രൈം സീനിൽ എൻ്റെ ഒരു ചെറിയ ഫിംഗർ പ്രിന്റ് പോലും നിങ്ങളെ കൊണ്ട് കണ്ടെത്താൻ സാധിക്കില്ല. അത്രത്തോളം ഞാൻ കൃത്യമായി എല്ലാ തെളിവും നശിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് എന്നെ പിടിക്കാനേ കഴിയില്ല എന്ന് പോലീസിനെ വെല്ലുവിളിക്കാൻ തുടങ്ങി. ഈ 2 ഫോൺ കോളും ഏത് നമ്പറിൽ നിന്നാണ് വന്നത് എന്ന് ട്രേസ് ചെയ്ത പോലീസ് അവിടെ ചെല്ലുന്നു. അതൊരു പബ്ലിക് ബൂത്തായിരുന്നു. എന്നാൽ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരാളെ കാണാനേ സാധിച്ചില്ല. താനിയ മരിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം അവളുടെ അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്യുന്നു. ഈ കേസ് അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് പോലീസിന് ഒരു കാര്യം മനസ്സിലായത്. അവളുടെ അവസാന ചടങ്ങിൽ പങ്കെടുക്കാൻ ആ കൊലയാളിയും വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അടുത്ത് 3ാമതായി ഇവൻ വീണ്ടും പോലീസിനെ വിളിച്ചു. നിങ്ങൾക്ക് അത്രത്തോളം കഴിവൊന്നും ഇല്ല അല്ലേ? എന്നെ ഇപ്പോഴും നിങ്ങൾക്ക് കണ്ടെത്താനേ സാധിച്ചില്ലല്ലോ. നിങ്ങളെ കൊണ്ട് എന്നെ ഒരു തവണ പോലും പിടിക്കാൻ സാധിച്ചില്ല അല്ലേ? ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ വീണ്ടും ഫോൺ കട്ട് ചെയ്തു. പോലീസും ആ നമ്പർ ട്രേസ് ചെയ്ത് നോക്കി. അതും ഒരു പബ്ലിക് ബൂത്തായിരുന്നു. അവിടെയും ചെന്ന് നോക്കി, പക്ഷെ അവനെ കണ്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ അവസാനം മനസ്സിലായത് പോലീസിനെ ഇവൻ പബ്ലിക് ബൂത്തിൽ നിന്നും വിളിക്കുന്നു. പോലീസ് അവനെ തിരക്കി അവിടെ എത്തുമ്പോൾ അവൻ മറഞ്ഞിരുന്നു കൊണ്ട് പോലീസിന്റെ കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കുന്നു. അവനതിൽ വല്ലാത്തൊരു ഹരമായിരുന്നു. പോലീസിന് തന്നെ പിടിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു അഹങ്കാരം അവനുണ്ടായിരുന്നു. അപ്പോൾ അവന്റെ ആ മാനസിക അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു പെൺകുട്ടിയോട് വളരെ മോശമായി പെരുമാറുന്നു, അവളെ കൊല്ലുന്നു, എന്നിട്ട് അവളെ എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു എന്നുള്ളതെല്ലാം പോലീസിനോട് വിവരിച്ച് തന്നെ പറയുന്നു. പോരാത്തതിന് പോലീസിനെ വീണ്ടും വീണ്ടും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ പോലീസിനാണെങ്കിൽ അവനെ കണ്ടുപിടിക്കാനും സാധിക്കുന്നില്ല. ഇത്രയൊക്കെ ആയിട്ടും തന്നെ പോലീസിന് പിടിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന ഒരു അഹങ്കാരം അവനുണ്ടായിരുന്നു. ഇതേ കാരണം കൊണ്ട് തന്നെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കണം എന്നവന് തോന്നിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഇതുവരെയും ഫോൺ ചെയ്തവൻ ഇപ്പോൾ പുതുതായി ഒരു ലെറ്റർ എഴുതാൻ തുടങ്ങി. ആ ലെറ്ററിൽ എഴുതിയിരുന്നത്, താനെ ഞാൻ എങ്ങനെ കൊന്നു, എന്തിനു വേണ്ടി കൊന്നു, അവളോട് ഞാൻ എങ്ങനെയെല്ലാം പെരുമാറി. ഇങ്ങനെ ആർക്കും വായിച്ചു നോക്കാൻ പോലും അറപ്പുളവാക്കുന്ന രീതിയിലായിരുന്നു അവൻ ആ ലെറ്റർ എഴുതിയത്. അങ്ങനെ ലെറ്റർ എഴുതി ഒരു പെൺകുട്ടി വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവൾക്ക് നേരെ വലിച്ചെറിയുന്നു. ആ പെൺകുട്ടി അതെന്താണെന്ന് അറിയാനായി എടുത്തു നോക്കുന്നു. അതിൻ്റെ മുകളിൽ ആ എൻവലപ്പിൽ എഴുതിയിരുന്നത് ടു ദ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ്. അവൾക്കും എന്തോ സംശയം തോന്നി ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ ലെറ്റർ എത്തിച്ചു. ലെറ്റർ വായിച്ചു നോക്കിയപ്പോൾ പോലീസിന് മനസ്സിലായി ഇത് കൊലയാളി എഴുതിയ ലെറ്റർ ആണെന്ന്. എന്നാൽ ആ സമയം വരെയും ആ കൊലയാളി വളരെ സ്മാർട്ടായിരുന്നു. ക്രൈം സീനിൽ യാതൊരു തെളിവും ഉപേക്ഷിച്ചില്ല. 2-3 തവണ പോലീസിന് ഫോണും വിളിച്ചു.
അപ്പോഴും തെളിവ് ലഭിച്ചില്ല. പക്ഷേ ഈയൊരു ലെറ്റർ അത് പോലീസിന് വലിയൊരു വഴിത്തിരിവായി മാറി. അവൻ പോലും അറിയാതെ അവൻ്റെ ഫിംഗർ പ്രിന്റ് ആ ലെറ്ററിൽ നിന്നും പോലീസിന് ലഭിച്ചു. ഇതിനിടയിൽ അവൻ ചെയ്തത് മരിച്ചുപോയ താനിയുടെ കല്ലറയിലേക്ക് ചെല്ലുന്നു. ആ കല്ലറയ്ക്ക് മുകളിൽ ഒരു ഹെഡ് സ്റ്റോൺ ഉണ്ടായിരിക്കും. മരിച്ച വ്യക്തിയുടെ പേര്, ജനനവർഷം, മരണവർഷം ഇതൊക്കെ എഴുതിയ ഒരു ചെറിയ ഹെഡ് സ്റ്റോൺ കാണും. ആ ഹെഡ് സ്റ്റോൺ തകർത്ത് എടുത്തു. എന്നിട്ട് പേന കൊണ്ട് അതിൽ ചില കാര്യങ്ങൾ എഴുതി. ഞാനാണ് കൊലയാളി, ഇവളെ ഞാനാണ് കൊന്നത്, ഇതുപോലെ വീണ്ടും ഞാൻ ഒരുപാട് പെൺകുട്ടികളെ കൊല്ലും എന്ന രീതിയിൽ അവൻ എഴുതി. അത് ആ കല്ലറയ്ക്ക് അടുത്തുള്ള കാറിൻ്റെ ഒരു ട്രങ്കിൽ വെച്ചു. എന്നിട്ട് പോലീസിന് ഫോൺ ചെയ്ത് ആ വിവരം അറിയിക്കുകയും ചെയ്തു. താനിയുടെ കല്ലറയ്ക്കടുത്തുള്ള കാർ ട്രങ്കിൽ നിങ്ങൾ ചെന്ന് നോക്കുക, നിങ്ങൾക്കവിടെ ഒരു കാര്യം കാണാൻ സാധിക്കുമെന്ന്. പോലീസ് വളരെ ധൃതിയിൽ അവിടേക്ക് ചെല്ലുന്നു. താനിയുടെ കല്ലറയിലുണ്ടായിരുന്ന ഹെഡ് സ്റ്റോൺ, അതിൽ അവൻ എഴുതി ഒരുപാട് കാര്യങ്ങൾ കാണുന്നു. ഇങ്ങനെ തുടർന്ന് പോലീസിന് ഫോൺ വിളിക്കുകയും ലെറ്റർ എഴുതുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്ത് പോലീസിന് വല്ലാത്തൊരു ശല്യമായി മാറിയവൻ. അവൻ്റെ ശല്യം ദിവസം കഴിയുന്തോറും കൂടിക്കൊണ്ടിരുന്നു. ഇത്തവണ പോലീസ് ചെയ്ത മറ്റൊരു കാര്യം, ഇവൻ മുൻപ് പോലീസിനെ ഫോൺ ചെയ്തപ്പോൾ അതെല്ലാം പോലീസ് റെക്കോർഡ് ചെയ്തിരുന്നു. ആ റെക്കോർഡെല്ലാം മിസ്റ്റിയെ കേൾപ്പിക്കുന്നു. അവളും കണ്ണടച്ച് അത് കേട്ടു നോക്കുന്നു. തീർച്ചയായും ഇതെന്നെ ആക്രമിച്ചവൻ്റെ അതേ ശബ്ദം തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും ആ ശബ്ദം മറക്കാൻ കഴിയില്ല എന്നും അവൾ പറഞ്ഞു. പോലീസിന് ഒരു കാര്യം മനസ്സിലായി. ഇത്രയും തവണ പോലീസിന് ഫോൺ ചെയ്തതും ലെറ്റർ എഴുതിയതും ഇങ്ങനെ എല്ലാം ചെയ്യുന്നത് അവൻ തന്നെയാണ്, കൊലയാളി തന്നെയാണ്, ശരിയായ കൊലയാളി തന്നെയാണ്. അടുത്താണ് പോലീസ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇവൻ പോലീസിനോട് സംസാരിച്ച ആ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്ത് പബ്ലിക്കിലേക്ക് റിലീസ് ചെയ്തു. ടിവിയിലും റേഡിയോയിലും എല്ലാം ടെലികാസ്റ്റ് ചെയ്യുന്നു. ഏതൊക്കെ സ്ഥലങ്ങളിലാണോ ചാൻസസ് ഉള്ളത് അവിടെയെല്ലാം ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നു. ഈ ശബ്ദം നിങ്ങളെ കൊണ്ട് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ, ഇത് ആരുടെ ശബ്ദമാണ് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഉടൻ തന്നെ അത് പോലീസിനെ അറിയിക്കുക എന്ന് ഒരു മെസ്സേജും കൊടുത്തു. അങ്ങനെ ആ നാട് മുഴുവനും ഈ ഒരു വോയിസ് സ്പ്രെഡ് ആകാൻ തുടങ്ങി. ആ സാഹചര്യത്തിലാണ് ഡൊണാൾഡ് എന്നയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിക്കുന്നത്. ഈ ശബ്ദം എനിക്കറിയാം, ഇത് മറ്റാരുടേതുമല്ല, എൻ്റെ സഹോദരൻ ടെറിയുടേതാണ്. പോലീസിന് ആദ്യം അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. നിങ്ങൾ ഒന്നുകൂടെ കൺഫേം ചെയ്തൊന്ന് പറയൂ എന്ന് ചോദിച്ചു. ഇല്ല, തീർച്ചയായും എന്നെ കൊണ്ടത് പറയാൻ സാധിക്കും. ഈ ശബ്ദം എൻ്റെ സഹോദരൻ ടെറിയുടേത് തന്നെയാണെന്നും അയാൾ സ്ഥിരീകരിച്ചു. ടെറിക്കും താനിയയ്ക്കും അപ്പോൾ എന്താണ് ബന്ധമെന്ന് പോലീസ് ചോദിച്ചു. ഡൊണാൾഡ് പറഞ്ഞത്, എൻ്റെ സഹോദരനും മരിച്ചുപോയ താനിയയ്ക്കും എന്ത് ബന്ധമെന്ന് എനിക്കറിയില്ല. പക്ഷെ താനിയുടെ അവസാന ചടങ്ങിൽ പങ്കെടുക്കാൻ എൻ്റെ സഹോദരനും അവൻ്റെ 2 മക്കളും പോയിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ, എൻ്റെ കാര്യത്തിൽ നീ ഇടപെടണ്ട, എന്നെക്കുറിച്ച് നിനക്കറിയില്ലല്ലോ, ഞാൻ എത്ര ക്യാപ്പബിളായ പേഴ്സൺ എന്നുപോലും നിനക്കറിയില്ല, എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ വരരുത് എന്നൊക്കെ യാതൊരു ബന്ധവുമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവൻ ഇറങ്ങിപ്പോയി. ഒരുപക്ഷെ സഹോദരനോട് എന്തെങ്കിലും പകയുണ്ടാകാം. ആ പക വീട്ടാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നു എന്നാണ് പോലീസ് സംശയിച്ചത്. പക്ഷെ ആ സമയത്ത് ഡൊണാൾഡ് ടെറിയുടെ സ്വന്തം അമ്മ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. ഈ ഒരു ശബ്ദം, നിങ്ങൾ പബ്ലിക്കിൽ റിലീസ് ചെയ്ത ആ ഒരു ശബ്ദം എൻ്റെ മകൻ ടെറിയുടേതാണ് എന്ന് ആ അമ്മയും പറഞ്ഞു. അമ്മയും സഹോദരനും ഒരേ കാര്യം തന്നെ പറഞ്ഞതുകൊണ്ട് തീർച്ചയായും ടെറി തന്നെ ആയിരിക്കണം കൊലയാളി, അതിന് തന്നെയായിരിക്കും സാധ്യത. അങ്ങനെ സംശയത്തിൻ്റെ പേരിൽ പോലീസ് ടെറിയെ അറസ്റ്റ് ചെയ്യുന്നു. ടെറിയുടെ ഫിംഗർ പ്രിൻറ്റും ആ ലെറ്ററിൽ നിന്നും പോലീസിന് ലഭിച്ച ഫിംഗർ പ്രിൻറ്റും പരിശോധിക്കുന്നു. രണ്ടും 100% മാച്ചായി. കൂടാതെ പോലീസ് റെക്കോർഡ് ചെയ്ത് വെച്ച ആ ഒരു ശബ്ദവും ഇപ്പോൾ അറസ്റ്റ് ചെയ്ത ടെറിയുടെ ശബ്ദവും തമ്മിൽ മാച്ച് ചെയ്ത് നോക്കുന്നു, കമ്പയർ ചെയ്യുന്നു. അതും 100% യോജിക്കുന്നുണ്ട്. കൂടാതെ ടെറിയുടെ ശബ്ദം ലൈവായി തന്നെ മിസ്റ്റി കേട്ടു. ഇവൻ തന്നെയാണ് എന്നെ ആക്രമിച്ചത്, ഇവൻ തന്നെയാണ് എൻ്റെ സുഹൃത്തിനെ കൊന്നത് എന്ന് മിസ്റ്റി വളരെ ദേഷ്യത്തോടു കൂടി പറഞ്ഞു. താനിയെ കൊന്നത് ടെറിയാണ് എന്ന കാര്യം പോലീസുകാർക്ക് മാത്രമല്ല, ടെറിയുടെ കുടുംബത്തിന് പോലും വിശ്വസിക്കാൻ സാധിച്ചില്ല. എല്ലാവർക്കും അത് വലിയ ഞെട്ടലായി. കാരണം ടെറിക്ക് നല്ലൊരു ജോലിയുണ്ട്, വിവാഹം കഴിഞ്ഞു, 2 മക്കളുമുണ്ട്. അവനാണോ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? ഇതായിരുന്നു എല്ലാവർക്കും വലിയ ഞെട്ടലായത്. എന്തിന്? ടെറി മരിച്ചുപോയ താനിയുടെ അവസാന ചടങ്ങിനെ തൻ്റെ 2 മക്കളെയും കൂട്ടിക്കൊണ്ടുപോയിരുന്നു. ഇടയ്ക്കിടെ തൻ്റെ 2 കുഞ്ഞുങ്ങളുമായി താനിയുടെ കല്ലറയിലും അയാൾ പോയി വന്നിരുന്നു. പോരാത്തതിന് എവിടെ പോയാലും 2 മക്കളെയും കൂട്ടിക്കൊണ്ടുപോകും. എല്ലാവരും ചിന്തിച്ചത് ഇവൻ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു അച്ഛനാണ് എന്നൊക്കെ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയില്ല എന്ന് പലരും പറയാൻ തുടങ്ങി. അത്രത്തോളം ആർക്കും അവനിൽ യാതൊരു സംശയമില്ലായിരുന്നു. എന്നാൽ ടെറിക്കെതിരെ പോലീസിന് ഒരുപാട് തെളിവുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ കേസ് കോടതിയിൽ പോയി. ടെറിയുടെ ഡിഫൻസ് ടീം പറഞ്ഞത്, ഇവന് മാനസികമായി ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്തത്. എന്നാൽ അവന് വേണ്ടി വാദിച്ച വക്കീൽ ആർക്കും വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരു കഥയായിരുന്നു കോടതിയിൽ പറയാൻ തുടങ്ങിയത്. അതായത് രാത്രി ഒരു 2 മണിക്ക് ഒരു ദിവസം ടെറി അതുവഴി നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാടിനുള്ളിൽ താനിയ വസ്ത്രമൊന്നും ഇല്ലാതെ അങ്ങനെ കിടക്കുകയായിരുന്നു. അതായത് ഇതിനു മുൻപ് അവളെ ആരോ അറ്റാക്ക് ചെയ്തിരുന്നു.
അങ്ങനെ താനിയ വസ്ത്രമൊന്നും ഇല്ലാതെ അവിടെ കിടക്കുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ടെറി താനിയെ കാണുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് താനിയെ ടെറി കാണുന്നത്. വീണ്ടും ടെറി ചെന്ന് അവളുമായി ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കി. പിന്നീട് അവൾ മരിച്ചുപോയി എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവളുടെ ഡെഡ് ബോഡി അവിടെ ഉണ്ടായിരുന്ന റിവറിലേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ താനിയെ കൊന്നത് ടെറിയല്ല, അതിന് മുൻപ് അവളെ ആക്രമിച്ച ആ ഒരു വ്യക്തിയാണെന്നും പറഞ്ഞു. ഇങ്ങനെ വളരെ വളരെ തരം താഴ്ന്ന രീതിയിൽ, മോശമായ രീതിയിൽ ആ പെൺകുട്ടിയെ തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അവർ പറഞ്ഞത്. ഇത് കേട്ട ജഡ്ജിക്ക് സത്യത്തിൽ ദേഷ്യപ്പെടണോ ചിരിക്കണോ എന്ന് പോലും മനസ്സിലായില്ല. ഇത് വിശ്വസിക്കാനും ആരും തയ്യാറായില്ല. അവസാനം താനിയെ കൊന്ന കുറ്റത്തിന്, മിസ്ട്രി ആക്രമിച്ചതിന് പല കേസുകൾ അവന്റെ പേരിൽ ഫയൽ ചെയ്തു. അവനാണ് കൊലയാളി എന്ന് സ്ഥിരീകരിച്ചതിനു ശേഷം പരോളിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. പോലീസിന് ഇപ്പോഴുള്ള ഒരു വലിയ സംശയം ഇവന്റെ സ്വഭാവം, ഇവൻ കൊലപാതകം ചെയ്ത രീതി, പോലീസിനെ വിളിച്ച് സംസാരിച്ചത്, ഇതെല്ലാം വച്ച് നോക്കുമ്പോൾ ഇത് ഇവന്റെ ആദ്യത്തെ കൊലപാതകമായിരിക്കാനുള്ള സാധ്യതയേ ഇല്ല. ഇതിനു മുൻപ് അവൻ ഒരുപാട് പെൺകുട്ടികളെ കൊന്നിട്ടുണ്ടാകണം. സത്യത്തിൽ അത് അവൻ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ പഴയ അൺസോൾവ്ഡ് കേസസ് എല്ലാം എടുത്തു നോക്കുന്നു. അതിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ ടെറിയുടേതുമായി മാച്ച് ആകുന്നുണ്ടോ എന്ന് നോക്കി. ഈ ഒരു കേസിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായി നോക്കിക്കാണേണ്ട ഒരു കാര്യം ടെറിയുടെ അമ്മയും സഹോദരനും. ഒരുപക്ഷെ അവർ പോലീസിനോട് ഇക്കാര്യം വിളിച്ച് പറഞ്ഞില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ടെറിയെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് സംശയമാണ്. എൻ്റെ മകൻ്റെ, എൻ്റെ സഹോദരൻ്റെ ശബ്ദമാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് പോലീസിന് അത്രത്തോളം അത് വിശ്വാസം വന്നതും അങ്ങനെ അവൻ അറസ്റ്റ് ചെയ്തതും. ഇനി അങ്ങനെ അവനെ അറസ്റ്റ് ചെയ്യാതിരുന്നെങ്കിൽ താനെ പോലെ ഒരുപാട് പെൺകുട്ടികൾ മരിക്കാൻ ഇവനൊരു കാരണമായേനെ. നമ്മൾ ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട്. ഒരു കുഞ്ഞിനോട്, ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറുന്നവനൊക്കെ ബാച്ചിലർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു റൗഡി ആയിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റ് ക്രൈമിൽ ഏതെങ്കിലും ഏർപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം, മുൻപ് ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടുള്ളവനായിരിക്കാം, കാണാൻ ഭയാനകമായ ഒരു രൂപമുള്ളവനൊക്കെ ആയിരിക്കാം. ഇതൊക്കെയാണ് പല കേസുകളിലും സംഭവിക്കുന്നത്. പക്ഷേ കൊലപാതകം ചെയ്യുന്നവർ സത്യത്തിൽ അങ്ങനെ ആയിരിക്കില്ല. വളരെ സ്മാർട്ടായിരിക്കും. ഒരാൾക്ക് പോലും യാതൊരു സംശയം തോന്നാത്ത രീതിയിലായിരിക്കും അവൻ്റെ സ്വഭാവവും പെരുമാറ്റവും. ഒരു പെൺകുട്ടിയോട് തെറ്റായി പെരുമാറുന്നത് അല്ലെങ്കിൽ തെറ്റായ പ്രവർത്തികൾ ചെയ്യുന്നവന്മാരൊക്കെ ഇങ്ങനെ ഒരാളായിരിക്കും അല്ലെങ്കിൽ ഈ രൂപമായിരിക്കും എന്നൊക്കെ നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അതിന് ഈ ഒരു കേസ് തന്നെ നല്ലൊരു ഉദാഹരണമാണ്. ടെറിയെക്കുറിച്ച് പറഞ്ഞാൽ കാണാൻ വളരെ പ്രൊഫഷണൽ മാനാണ്. 2 ചെറിയ മക്കളുണ്ട്, കുടുംബം, ഒരു ഫാമിലി മാൻ. ആ മുഖമൂടിക്ക് പുറകിൽ ഒളിഞ്ഞിരുന്നു കൊണ്ടാണ് അവൻ പല കുറ്റകൃത്യങ്ങൾ ചെയ്തത്. സത്യത്തിൽ ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നവർ ഏത് രൂപത്തിലും ഭാവത്തിലും വരാമെന്നുള്ളത് നിങ്ങൾക്ക് കേസിലൂടെ പഠിക്കാൻ സാധിക്കും. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കേസിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ വിക്കിവോക്സ് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.